ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്കിക് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളേജ് ആയിക്കോട്ടെ, ഈവൻ എന്നെ ചീത്തവിളി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് രണ്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറേ ആൾക്കാർ ഈ പൈ ടോക്കൺ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇത് ബിറ്റ് കോയിൻ എത്തും, ഇല്ലെങ്കിൽ മൂണെത്തും, ചൊവ്വയെത്തും, ചന്ദ്രനെത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ബിറ്റ് കോയിൻ ആയിട്ട് എത്തും? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതിന് ഞാൻ എത്രത്തോളം എനിക്ക് നെഗറ്റീവ് കിട്ടുന്നു, അപ്പോൾ ഓരോ വീഡിയോയിലും അത്രത്തോളം ഡീപ്പായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഇപ്പോൾ എനിക്ക് വ്യൂസിനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ വീണ്ടും പല ഇൻഫർമേഷൻ എടുക്കാനും ഇതിൽ കൂടുതൽ സ്റ്റഡി ചെയ്യാനും നിൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വീഡിയോ കാണാം. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് പോക്കറ്റ് ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ പറയുന്നുണ്ട്. അതിലിപ്പോൾ സ്റ്റേക്കിംഗ് അവൈലബിൾ ആണ്, ടോക്കണോമിക്സ് നമുക്കുണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റിംഗ് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഒരു പൈ ടോക്കണിൻ്റെ കാര്യം പറയുന്നത്. റീസെൻ്റ്ലി നമുക്ക് പൈൻ്റെ വാല്യൂ എടുത്ത് നോക്കാം. അപ്പോൾ പൈക്ക് എത്രത്തോളം വാല്യൂ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ളതെന്ന് പറഞ്ഞാൽ $0.8 നമ്മുടെ പൈ ഇപ്പോൾ കറൻ്റ്ലി സ്റ്റേബിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയാണ് ലിസ്റ്റ് ആയത്? ഒരു $2 മാക്സിമം നിങ്ങൾ പറയുന്നതാണെങ്കിലും ശരിക്കും ലിസ്റ്റ് ആയത് $1.6 ഞാൻ ബിറ്റ്ഗെറ്റിൽ ലൈവായിട്ട് എൻ്റെ ലൈവ് സ്ട്രീമിൽ ഞാൻ കണ്ടത്. അപ്പോൾ ആ ഒരു വാല്യൂയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല, ആൾക്കാർക്ക് ലാഭം കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്, എന്നാലും ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിൻ്റെ ഒരു ടോട്ടൽ സപ്ലൈയോ അതേപോലെ തന്നെ ബിറ്റ് കോയിൻ ഇത്ര ചെറിയ സപ്ലൈ ആണ്, നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ടോട്ടൽ സപ്ലൈ ഉണ്ട്, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അപ്പോൾ മേജർ ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു ബിറ്റ് കോയിനും പൈയും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ പ്രൊജക്റ്റും അതേപോലെ തന്നെ സെൻട്രലൈസേഷൻ പ്രൊജക്റ്റും എന്താണെന്ന് ഉള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസേഷൻ പ്രൊജക്റ്റ്? ആ ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോ സെൻട്രൽ അതോറിറ്റിയാണ്. ഒരു സിംഗിൾ പേഴ്സണോ ഒരു അതോറിറ്റിയോ ഒരു കമ്പനിയോ ആരുമല്ല ഈ ഒരു ക്രിപ്റ്റോ കറൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡീസെൻട്രലൈസേഷൻ ഇല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ആണ് നമ്മുടെ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് പബ്ലിക്കും അതേപോലെ തന്നെ ഓപ്പൺ സോഴ്സും എനിവൺ ക്യാൻ വെരിഫൈ ട്രാൻസാക്ഷൻ ഓൺ ദ ബ്ലോക്ക് ചെയിൻ. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവൻ്റെ ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യാം, ട്രാൻസാക്ഷൻ ചെയ്യാം, ബിറ്റ് കോയിൻ വാങ്ങാം, ഹോൾഡ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൈനിങ് ബേസ്ഡ് സെക്യൂരിറ്റി. ബിറ്റ് കോയിൻ ഈസ് സെക്യൂർഡ് ബൈ എ നെറ്റ്വർക്ക് ഓഫ് മൈനേഴ്സ്, നോട്ട് എ സിംഗിൾ ഓർഗനൈസേഷൻ. ഒരു കമ്പനി ഹാൻഡിൽ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും അതിനോടുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിറ്റ് കോയിൻ 2011 ആ സമയത്ത് വന്നിട്ടും നമുക്ക് എന്താണ് അത് ഓരോരോ നമ്മളായുള്ള പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ അതിനെ കൺട്രോൾ ചെയ്ത് അത് എല്ലാവരും ട്രാൻസാക്ഷൻ ചെയ്ത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോറായിട്ട് ഇവിടെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ ഡീസെൻട്രലൈസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഒരു വാല്യൂയിലേക്ക് ബിറ്റ് കോയിൻ എത്തിയത്. അപ്പോൾ അതിൽ ലാസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബിറ്റ് കോയിൻ എടുക്കാം, എത്തീരിയം എടുക്കാം. ഈ ഓരോ നെറ്റ്വർക്കും അവർക്ക് ഒരു കമ്പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ആരാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി കൺട്രോൾ ചെയ്യുന്നത്? നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ്, നമ്മളെക്കാളും കൂടുതൽ പൈസയുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള വെയിൽസ് ആണ്, ഇല്ലെങ്കിൽ ഒരുപാട് പൈസയുള്ള ആൾക്കാരാണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നല്ല ബിസിനസ്മെൻസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോയിൻ ആയിരുന്നു ബിറ്റ് കോയിൻ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എൻട്രി കോയിൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരും, കൂടുതൽ ആൾക്കാർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾ ബിറ്റ് കോയിൻ മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ വാല്യൂ കൂടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബിറ്റ് കോയിൻ ഒരു പേയ്മെൻ്റ് ആയിട്ട് ആൾക്കാർ എടുക്കാൻ തുടങ്ങി. ബിറ്റ് കോയിൻ ആർക്കും യൂസ് ചെയ്യാൻ തുടങ്ങി. ബിറ്റ് കോയിൻ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ബിറ്റ് കോയിൻ ഇല്ലെങ്കിൽ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ബിറ്റ് കോയിൻ എത്തില്ല എന്ന് പറയാനുള്ള കാരണം, പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഒരു കോർ ടീമിൻ്റെ സെൻട്രലൈസ്ഡ് പ്രൊജക്റ്റാണ്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. മാനേജ്ഡ് ബൈ എ കോർ ടീം. ദ പൈ കോർ ടീം ഡിസൈഡ് ഹൗ ടു നെറ്റ്വർക്ക് ഫങ്ഷൻ. ഈ ഒരു പൈക്കാരാണ് അല്ലെങ്കിൽ അവൻ്റെ ഒരു കമ്പനിയാണ് തീരുമാനിക്കുന്നത് ഈ കോയിൻ എവിടെയൊക്കെ എത്തണം, എവിടെയൊക്കെ എത്തണ്ട, ഇതിന് എത്രത്തോളം വാല്യൂ വെക്കണം, എത്രത്തോളം വാല്യൂ കൂട്ടണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലിമിറ്റഡ് യൂസർ കൺട്രോൾ. ഇപ്പം തന്നെ കുറേ ആൾക്കാർക്ക് KFC കംപ്ലീറ്റ് ചെയ്യാത്ത കാരണം ഈ സാധനം ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇതിന് ആൾറെഡി തന്നെ 100 ബില്യൺ ടോട്ടൽ സപ്ലൈ ഉണ്ടായിട്ടും കുറേ ആൾക്കാർക്ക് ഇതിന് പ്രോഫിറ്റ് കിട്ടിയില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ റെസ്ട്രിക്ഷൻ ആരാണ് വെക്കുന്നത്? അതിൻ്റെ കമ്പനിക്കാരാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ വെച്ചു എന്ന് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുമോ? ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യില്ല. ഇത് ഒരുപാട് പേയ്മെൻറ്റ് യൂസ് ചെയ്താലും ആൾറെഡി ഒരുപാട് പ്രൊജക്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ പോലെ ഇത് ഫെയ്ഡായി പോവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനിപ്പോൾ മാളുണ്ട്, ഇത് ബിസിനസ് യൂസ് ചെയ്യാം, പേയ്മെൻറ്റ് യൂസ് ചെയ്യാം, എന്ത് കാര്യങ്ങൾ യൂസ് ചെയ്താലും ഇതിനൊരു റെസ്ട്രിക്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഇത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്?
ചെയ്യുന്നത്? ഇതൊരു കമ്പനിക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇത് ബിറ്റ് കോയിൻ്റെ അടുത്ത് വളരുമോ? നിങ്ങൾ അത് ചിന്തിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. അതേപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ KYC റിക്വയർമെൻ്റ് ആണ്. ഇവിടെ എല്ലാവർക്കും KYC കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ഇതിപ്പോൾ പൈസയാക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓൺലി വെരിഫൈഡ് യൂസേഴ്സ് ക്യാൻ അസസ് ദെയർ ഫണ്ട്. പക്ഷേ ബിറ്റ് കോയിൻ അങ്ങനെയാണോ? ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇലീഗൽ ബിസിനസ് യൂസ് ചെയ്യാം, ബ്ലാക്ക് മാർക്കറ്റ് യൂസ് ചെയ്യാം, എന്ത് ഉടായ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. എല്ലാം ആയിട്ട് കോമൺ ആയിട്ട് നമുക്ക് ബിറ്റ് കോയിൻ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് തന്നെ വളർച്ചയിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഒരു ബിറ്റ് കോയിന് ട്രാൻസാക്ഷൻ ഒരു ബിറ്റ് കോയിനെ പോലെ തന്നെ എല്ലാവരുടെയും ട്രാൻസാക്ഷൻ നമുക്ക് ലോക്ക് ചെയ്യാതെ തന്നെ ലിമിറ്റഡ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നമ്മുടെ ഈ ഒരു പൈ എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യാൻ പറ്റില്ല എന്ന് അവരുടെ ആപ്പിൽ തന്നെയും നിങ്ങൾക്ക് ഇന്നലത്തെ കുറേ നിങ്ങളുടെ ഈ പൈസ മാറ്റാനുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് പൈനെറ്റിലേക്ക് ഇല്ലെങ്കിൽ ഒരു മെയിൻ നെറ്റിലേക്ക് ഈ ഒരു സാധനം വന്നു. അപ്പോൾ അതിന് കുറേ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനുകളുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ XRP ഒക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം? മോസ്റ്റ്ലി കമ്പാരിറ്റബിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റ്ലി SUV ടോക്കണും അങ്ങനെയുള്ള കുറച്ച് ടോക്കൺസ് തന്നെ നിങ്ങൾ മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അതിന് നല്ല വാല്യൂ കിട്ടാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ പൈക്ക് അത്രത്തോളം വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ പോരാ, നിങ്ങൾ ട്രേഡ് ചെയ്താൽ പോരാ, നിങ്ങൾ ഇതിലൊരു വിശ്വാസം വെച്ചാൽ പോരാ. അതിൻ്റെ കമ്പനി അവരെന്ത് ചെയ്യണം? അതിലൊരു കാര്യങ്ങൾ ഇല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജികൾ, പുതിയ ഫോം, ഇതൊരു ഡീസെൻട്രലൈസേഷൻ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ ഒരു സാധനം ബിറ്റ് കോയിൻ്റെ അളവെങ്കിലും ഇല്ല ഇല്ലെങ്കിൽ ബിറ്റ് കോയിൻ്റെ ഭാവമെങ്കിലും എത്താൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പോയിന്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നോ സെൻട്രലൈസ് അതോറിറ്റി, ഓപ്പൺ സോഴ്സ് ആണ്, എനി വൺ ക്യാൻ യൂസ്ലി ഫുള്ളി ഫ്രീലി ആൻഡ് അൺറെസ്ട്രിക്റ്റഡ്, അക്സെപ്റ്റഡ് ഗ്ലോബലി, ഹാർഡ് ഓഫ് റെഗുലേറ്റ്. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു കോയിനാണ് ബിറ്റ് കോയിൻ. പക്ഷെ പൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ഒരിക്കലല്ല. ഒരുപാട് റെസ്ട്രിക്ഷനുള്ള അവൻ്റെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന അവൻ്റെ കമ്പനിയാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇത് ബിറ്റ് കോയിൻ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യില്ല. ഇത് ഞാൻ പറയുന്നതും തെറ്റാണ്. ഇതിന് പുതിയ വല്ല സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. ഒരിക്കലും ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാരും അംഗീകരിക്കില്ല. എന്താന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു ഫോമോയിലാണ്. നമുക്ക് എന്താണ്? ഇതെന്തായാലും നല്ല പൈസ കിട്ടും, എനിക്ക് നല്ല പൈസ കിട്ടും. പക്ഷെ ഇന്നലെ $2 ലിസ്റ്റ് ആകുമ്പോൾ ഇത് $5 വരെ നിൽക്കുമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇന്ന് അതെന്താണ്? നല്ല രീതിയിൽ തന്നെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഇതെന്തായാലും ഒരു $2 ആകുമ്പോൾ വിൽക്കാമെന്ന്. മേ ബി ഇത് $2 ഇനിയിപ്പോൾ എത്തില്ല, ഇനി സപ്ലൈ കൂടെ മേ ബി ഇതിന് വാല്യൂ കുറയാം. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അവരുടെ കമ്പനി മാത്രമാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഈ വീഡിയോ കാണുന്നതും ഇത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരും ഇതിന് ഒരുപാട് വിശ്വാസം കൊടുക്കുന്ന ആൾക്കാർക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും കുറച്ച് പേര് പറയും ഇത് വെയിൽസ് വാങ്ങും, അവർ വാങ്ങും, ഇവർ വാങ്ങും. ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വാങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിൽ വാങ്ങിയിട്ട് ഒരു ട്രേഡിങ്ങിൽ മാത്രം ഉപയോഗിച്ചപ്പെട്ട് ഇത് സാധാരണ ഒരു ക്രിപ്റ്റോ കറൻസി പോലെ ഫെയ്ഡായി പോകുന്നു നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. എപ്പോഴും അഭിപ്രായങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ കൂടുതലും പഠിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തരാൻ ഡീപ്പ് സ്റ്റഡി ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ പോക്കറ്റ് ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ പോക്കറ്റ് ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇപ്പോൾ വന്നൊരു പ്രൊജക്റ്റ് ഒന്നുമല്ല. 2024 ക്വാർട്ടർലി 4 ലിസ്റ്റ് ആവും എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ പോക്കറ്റ് 5. പക്ഷേ നമുക്ക് റീസെൻ്റ്ലി തന്നെ പോക്കറ്റ് 5 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ടോക്കണോമിക്സും നേരത്തെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഒരു 3 മാസം മുമ്പ് തന്നെ അതിൻ്റെ ടോക്കണോമിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി അവർ അത് വീണ്ടും എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ സ്റ്റേക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ എന്താണ് വരാൻ പോകുന്നത്, എങ്ങനെയുള്ള ഇല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിന് എന്താണ് കിട്ടാൻ പോകുന്നുള്ളൊരു എൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവരുടെ ഒരു ടോക്കണോമിക്സിലേക്ക് എടുക്കാം. അപ്പോൾ ഇവരുടെ ടോക്കണോമിക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇത്രത്തോളം പെർസെൻറ്റേജ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്, നല്ല രീതിയിൽ തന്നെയാണ്. അപ്പോൾ മൈനിങ് 51% ഇപ്പോൾ ആൾറെഡി കഴിഞ്ഞു. 51% മൈനിങ് ചെയ്ത് നമുക്കായിട്ടുള്ള ആൾക്കാർക്ക് എത്രയാണ് തരുന്നത്? മൊത്തം 51% ഓഫ് ടോക്കൺസ് ആണ് നമുക്ക് തരുന്നത് ടോട്ടൽ സപ്ലൈ നിന്ന്. അതുപോലെ തന്നെ ടീമിന് 20%, ട്രഷറി 13%, ലോഞ്ച് പൂൾ 9%, ലിക്വിഡിറ്റി 7% ആണ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ അവർ എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് TG സെറ്റ് ചെയ്തിട്ടുള്ളത് ക്വാർട്ടർലി ഫോർ 2024 ആണ്. ഇപ്പോൾ സമയമൊക്കെ കഴിഞ്ഞു, നമുക്ക് ഇതുവരെ TGൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ആയിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രൊജക്റ്റ് ലിസ്റ്റ് ആവുന്നതാണ് അവൻ്റെ ഈ ഒരു ട്വിറ്റർ പേജിലൊക്കെ നമുക്ക് അറിയാൻ പറ്റിയത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് സ്റ്റേക്ക് ചെയ്യണോ വേണ്ടിയോ എന്ന് കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളാണ്. നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാൻ ഒരു 4-5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്റ്റേക്ക് ചെയ്യണോ വേണോ, ഞാൻ സ്റ്റേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഒരുപാട് പോയിന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഇല്ല. ചെറിയ രീതിയിൽ തന്നെ ഒരു പോയിന്റ്സ് മാത്രമാണ് എനിക്കുള്ളൂ. 639 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവർ 4-5 ഫീച്ചർ തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ 4-5 മന്തിൽ ഒരു പീരീഡ് ഓഫ് ടൈം പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. 3 മാസം നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഒരു 2.5 ഫീ ടോൺ കൊടുക്കണം. 3 മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 26%, അതേപോലെ തന്നെ 3 മാസം പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 56%, 6 മാസം ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 32%, 5 ഇയർ ഇത്രത്തോളം ഒരു ഫീ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ 40% ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഞാനിവിടെ ഫ്രീ ആയിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ മിനിമം സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ 10, അതേപോലെ തന്നെ മാക്സിമം സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് നമുക്ക് ചെയ്യാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെ ഒരു 10 എന്നുള്ളതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രീ ആണ് ഞാൻ കൊടുക്കുന്നത്, കണ്ടിന്യൂ കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യണമെന്നില്ല, ഇതിനൊരു ഫീ ഇല്ല. ടു സ്റ്റേക്ക് കൺഫേം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് സ്റ്റേക്ക് ചെയ്ത്. ഞാൻ നിങ്ങളോട് ആരോടും ഇത് സ്റ്റേക്ക് ചെയ്യാൻ പറയില്ല. ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു ടെലിഗ്രാമിൽ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, ഇവർക്കൊരു മീം പാഡ് ഉണ്ട്, കുറച്ച് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റ് ആണെങ്കിലും ഇത് നമുക്ക് പൈസ ആക്കാനാണ് കൂടുതൽ ആൾക്കാർ നോക്കുക. അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊന്നും നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ പമ്പാവും. അങ്ങനെയുള്ള ഒരു കാര്യം ഈ ഒരു റീസെൻ്റ്ലി വന്നിട്ടുള്ള ടെലിഗ്രാം പ്രൊജക്റ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ DPM പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ടെസ്റ്റ്നെറ്റ് ആയിക്കോട്ടെ, ഒരു റെയർ കേസിൽ മാത്രമാണ് കുറച്ചൊക്കെ പമ്പായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്റ്റേക്ക് ചെയ്യണമെന്ന് ഞാൻ 100% പറയില്ല. നിങ്ങളത് വന്ന ഉടനെ തന്നെ സെല്ല് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണോ കിട്ടുക ആ പ്രോഫിറ്റ് എടുത്താൽ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റേക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് സ്റ്റേക്ക് ചെയ്യുക. ഇതിന് പൈസ കൊടുത്തിട്ട് ഒരു കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രൊജക്റ്റിൽ നിങ്ങൾ ചെയ്യരുത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഹോപ്പ് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ടോക്കൺസ് മൊത്തം എന്താണ്, ഈ ഒരു പോയിന്റ്സ് മൊത്തം നമുക്ക് ടോക്കണായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ഇവിടെ നിന്ന് അറിയാൻ പറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ 600 ടോക്കൺസ് നിങ്ങൾക്ക് ഇവിടെയുള്ള സ്വിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 600 ടോക്കൺസ് ആയിട്ട് ഇവിടെ കിട്ടും. ഇത് 6000, 7000, 8000 സംതിങ് പറയുന്ന പോലെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു ടോക്കൺസും ഉണ്ട്. അതാണ് അവൻ്റെ റീസെൻ്റ്ലി വന്നിട്ടുള്ള മെയിൻ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുകയെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ Quarterly 4 2024 പറഞ്ഞാണ് ലിസ്റ്റ് ആവുന്നത്. ഇപ്പോൾ Quarterly 1 of 2025 കഴിയാറായി. അപ്പോൾ എന്തായാലും മാർച്ചിൽ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേക്കിംഗ് സ്റ്റെപ്പ് കൊണ്ടുവന്നപ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ സ്റ്റേക്കിംഗ് കൊണ്ടുവരുന്നത്, ഇത് വന്ന് ലിസ്റ്റ് ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സെല്ല് ചെയ്യുമ്പോൾ അതിന് കുറച്ച് വാല്യൂ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങനെ സ്റ്റേക്കിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരിക്കലും സ്റ്റേക്ക് ചെയ്യരുത്, വന്ന ഉടനെ തന്നെ നല്ല രീതിയിൽ തന്നെ വിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും അങ്ങനെ എടുക്കുക. അടുത്ത മാസം തന്നെയായിരിക്കും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ഡീറ്റെയിലുകൾ ഇടുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നാം, തെറ്റെന്ന് തോന്നാം. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ യൂട്യൂബ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു യൂട്യൂബ് വലിയ യൂട്യൂബറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. അവിടെ ആരാണ് വിൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോഴല്ല ഫ്യൂച്ചറിൽ എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ ഇട്ട് തരാം. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് കയറുക. അവിടെ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലൂട്ട്സിൻ്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ തന്നെ ഈ ഒരു ക്യാഷ് ബാക്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒന്ന് ഏഞ്ചൽ ഫണ്ടാണ്, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ബജാജിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ചോയ്സിൻ്റെ ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 120 രൂപ കിട്ടും. പേടിഎം മണി നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ കിട്ടും. അതേപോലെ തന്നെ അപ്സ്റ്റോക്സ് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ 100 രൂപ കിട്ടും. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ലൂട്ട് ക്യാമ്പയിനാണ്. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ UPI ID പേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പോകുന്നത് പ്ലേ സ്റ്റോറിലാണ്. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. കാണിച്ചു തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വിശ്വാസം ഉണ്ടാവും. ആൾറെഡി പല വീഡിയോയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഇത് പൈസ കിട്ടാതെ ഞാൻ ഇവിടെ വന്ന് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ UPI ID ഞാനിവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ UPI ID കോപ്പി ചെയ്തിട്ട് നേരെ ആ ലിങ്ക് ഒന്നിൽ തൊടുന്നുണ്ട്. ആ ലിങ്കിൽ തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഏഞ്ചൽ ഫണ്ട് തന്നെയാണ് കാണിച്ചു തരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അതിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് 170 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സബ്മിറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് വെബ്സൈറ്റിക്കോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അല്ല പോവുക, ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിക്കാണ് പോവുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക, ആധാറും പാനും കൊടുത്ത് ഒരു ഡിമാൻഡ് അക്കൗണ്ട്, ലൈഫ് ടൈം ഫ്രീ ഡിമാൻഡ് അക്കൗണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് 170 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. നിങ്ങൾക്ക് ആ അക്കൗണ്ട് പറ്റിയില്ല, എനിക്ക് ഇതിനൊക്കെ വല്ല ഫീസ് പിടിക്കുമോ എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കിടക്കുന്നുണ്ട്. പ്രൊഫൈൽ സെറ്റിംഗ്സ് ഏറ്റവും ടോപ്പ് സ്ക്രോൾ ബോട്ടത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേയ്മെൻറ്റുകളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ബജാജ് ഇൻസ്റ്റലിൽ കയറാത്ത ആൾക്കാർ
ആൾക്കാർ വെറുതെ കയറിയിട്ട് നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 125 രൂപയാണ് അവിടെ കിട്ടുക. അത് മനസ്സിലാക്കുക. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ കയറുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറണമെങ്കിൽ ബജാജിലും അതേപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ഏഞ്ചൽ വൺ, അപ്പ് സ്റ്റോക്സ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കയറിയാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഗൂഗിൾ പേയിൽ പൈസ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും പൈ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ബിറ്റ്കോയിൻ ആയിട്ട് അടുക്കില്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ പോക്കറ്റ് ഫയലിൽ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.